വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പോക്കോ X4 Pro 5G ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം എടുത്ത് വെച്ച വീഡിയോ ആണത്. പക്ഷേ പോക്കോ ഫോൺസിന് എല്ലാത്തിനും കംപ്ലയിൻറ്റ് പറയുന്നത് കാരണം ഞാൻ ഈ വീഡിയോ ഇറക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെയാണ് അറിഞ്ഞത് പോക്കോ X4 Pro 5G ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള പോക്കോ ഫോൺസിൻ്റെ എല്ലാത്തിനെയും കുറിച്ചുള്ള വീഡിയോ ഞാൻ വൈകാതെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, കൂടുതൽ നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് ഞെക്കുക, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കിട്ടും. അപ്പോൾ നമുക്ക് അധികം സമയം പാഴാക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പോക്കോ X3 അല്ല, പോക്കോ M4 Pro അല്ല, പോക്കോ X4 Pro 5G. അപ്പോൾ കേട്ടത് ശരിയാണെങ്കിൽ പോക്കോ X4 Pro 5G. അപ്പോൾ മെയ് 17 ലോഞ്ച് ആയിട്ടുള്ള നമ്മുടെ പുതിയ ഫോൺ നമ്മുടെ ടേബിളിൻ്റെ മുകളിലാണ്. അപ്പോൾ നമുക്ക് സംഭവം അൺബോക്സ് ചെയ്യാം. ഇതാണ് അതിൻ്റെ യൂസർ ഗൈഡ് മാനുവൽ. പിന്നെ ഇതാണ് അതിൻ്റെ TPU കേസ്. നല്ല അത്യാവശ്യം അടിപൊളി കേസാണ്, ട്രാൻസ്പാരൻറ്റ്. ഫോണിൻ്റെ സൈഡൊക്കെ നല്ല ഫ്ലാറ്റ് ആയതുകൊണ്ട് നല്ല ഫ്ലാറ്റ് ഡിസൈനാണ് സൈഡ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫാറ്റി ആണെങ്കിലും എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു റിച്ച് പ്രൊഫഷണൽ ലുക്കൊക്കെ തരുന്നുണ്ട്. അതിൻ്റെ കവറിന് കൂടെ തന്നെ നമുക്ക് നേരെ ഒരു സിം ഇജക്ടർ പിന്നും കൂടിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫോൺ നേരെ പുറത്തെടുക്കുക. യെസ്, അപ്പോൾ അതാണ് നമ്മുടെ ഫോൺ. അടിപൊളി, നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട്. അടിപൊളി, ബാക്കൊക്കെ നല്ല ഗ്ലേസിംഗ് ഉണ്ട്. സാധനം അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രൊഫഷണൽ ലുക്കും പോക്കോൻ്റെ പ്രശ്നം പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ലുക്ക് തരുന്നുണ്ട്. പോക്കോ M4 Proയുടെ ടൈമിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലൊരു ഇത്തിരി റഫ് ഫിനിഷിങ്ങാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ X4 ആയപ്പോൾ ഇതിൻ്റെ ബാക്ക് അത്യാവശ്യം എന്താ പറയുക, ശരിക്കും X4ൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. M4 കുഴപ്പമില്ല, എന്നാലും സാധനം രണ്ടും കിളിക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫോണിൻ്റെ നേരെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സെറ്റിങ്സ് എടുത്തിട്ട് MIUI വെർഷൻ നോക്കാം. ഇതിന് MIUI 13.0.4ൻ്റെ സ്റ്റേബിൾ അപ്ഡേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ വരുന്നത് 64 മെഗാ പിക്സലിൻ്റെ ആണ്. പിന്നെ ഇതിന് റോമിൻ്റെ വേരിയൻ്റ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് 8GB RAM ആൻഡ് 128GB റോമിൻ്റെ വേരിയൻ്റാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഫോണിൻ്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഐഫോണിൻ്റെ ഒക്കെ ഒരു സൈസ് പോലെ നമുക്ക് തോന്നും കാണുമ്പോൾ. അതുപോലത്തെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ ബൾജ്ഡ് ആണ്. പിന്നെ ഇവിടെ ഒരു വൈഡ് ആംഗിളും വരുന്നുണ്ട്. പിന്നെ അതേ ഇവിടെ ഒരു മാക്രോ ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഒരു മെയിൻ ക്യാമറയും വരുന്നുണ്ട് 64 മെഗാ പിക്സലിൻ്റെ. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് നമുക്കിനി അടുത്തതായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി ക്യാമറ വരുന്നത് ഒരു 64 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ് ഇതിന് വരുന്നത്. അത് അത്യാവശ്യം നല്ല വൈഡ് ആംഗിളൊക്കെ ഉണ്ട്. നമുക്കിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നത് ഒരു 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിനൊരു 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറ ഉണ്ട്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മാക്രോ ക്യാമറ. നല്ല അടുത്ത് വരെ നല്ല സൂം കിട്ടുന്നുണ്ട്. അതാണ് മാക്രോയുടെ പ്രത്യേകത. സംഭവം 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്ലോസ് ഡിസ്റ്റൻസ് വരെ അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല മാക്രോ ക്യാമറ തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലിൻ്റെ ആണ്. അതിന് അത്യാവശ്യം നല്ല ക്ലിയർ ഒക്കെ കിട്ടുന്നുണ്ട്. സെൽഫിക്കൊക്കെ അത്യാവശ്യം പെർഫെക്റ്റ് സാധനം തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ വീഡിയോ ക്യാപ്ചറിങ്ങിൻ്റെ കാര്യം പറയാം. ഇതിൻ്റെ വീഡിയോ ക്യാപ്ചറിൻ്റെ കാര്യം അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഇത് 720p 30 FPS 1080p 30 FPS ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ ഇത്തിരി കുറവാണ്. പക്ഷേ അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ തന്നെയുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയാം. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 60 ഹെർട്സ് ഇട്ട് കഴിഞ്ഞാൽ ചാർജ് ലാഭിക്കാം. പക്ഷേ 120 ഹെർട്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല സ്മൂത്ത് തന്നെയാണ്. ശരിക്കും പോക്കോ X3യുടെ അതേ എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിനും വരുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ കേസ് വന്നിട്ട് നമുക്ക് നോക്കാം. ഇത് അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈഡ് കേസാണ്, നല്ല ഫ്ലെക്സിബിൾ കേസാണ്. അപ്പോൾ നമുക്ക് നേരെ ഇട്ട് നോക്കാം. ബാക്കിയുള്ള ഫോണുകളുടെ കേസിനെ സംബന്ധിച്ച് ഇതിൻ്റെ കേസ് കയറാനും ഊരാനും ഇത്തിരി പാടാണ്. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല എന്താ പറയുക, സേഫ്റ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൈഡൊക്കെ നല്ല ഫ്ലാറ്റാണ്. ശരിക്കും iPhone 13 ഒക്കെ ഒരു ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ വരുന്നത് ഒരു ലിക്വിഡ് കൂളിങ്ങിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹീറ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഫ്രീ ഫയർ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് കളിച്ച് നോക്കാം. അപ്പോൾ യൂഷ്വലി നോർമൽ ഫോൺസൊക്കെ ഈ പ്രൈസ് റേഞ്ചിലാണെങ്കിലും ലിക്വിഡ് കൂളിംഗ് ഉണ്ടെങ്കിലും ചിലതൊക്കെ നല്ലോണം ഹീറ്റ് ആവാറുണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് ഓൾ ദ ഗെയിമേഴ്സും കളിക്കുന്ന ഒരു ഗെയിമാണ് ഫ്രീ ഫയർ. ഇത് ഫ്രീ ഫയർ മാക്സ് ആണ്. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂർ കൂടുതലായി ഫ്രീ ഫയർ കളിച്ച് നോക്കുന്നത്. ഇതുവരെ അങ്ങനെ ഹീറ്റും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നോർമൽ ഗെയിംസിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫ്രീ ഫയർ പൊതുവെ അധികം ഹീറ്റ് ജനറേറ്റ് ചെയ്യാറുണ്ട്. അതാണ് ഞങ്ങൾ ഫ്രീ ഫയർ തന്നെ സെലക്ട് ചെയ്തത്. പബ്ജിക്കും പകരം ലിക്വിഡ് കൂളിങ്ങിൻ്റെ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒട്ടും ഹീറ്റ് തന്നെ അങ്ങനെ തോന്നുന്നില്ല.
അതുപോലെ ഞങ്ങൾ PUBG ഒക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കളിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ നോട്ടിഫിക്കേഷൻ എന്തായാലും പെട്ടെന്ന് അവൈലബിൾ ആയി കിട്ടും. അതുപോലെ ഇടയ്ക്ക് GTA 5 ഒക്കെ ഗെയിം പ്ലേ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. ഇത്തിരി കൂടി ക്രേസി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 67 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ്. കാരണം ഇതിന് 5000 ഇമേജിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. കമ്പനി അവകാശപ്പെടുന്നത് 0-100% ചാർജിക്ക് വെറും 41 മിനിറ്റ് കൊണ്ട് ആവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി. സംഭവം 41 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഡീവിയേഷനൊക്കെ ഉണ്ട്. ഒരു 42 മിനിറ്റ് ഒക്കെ ആയി. ഞങ്ങൾ ശരിക്കും ചെയ്തപ്പോൾ 45 മിനിറ്റ് എക്സാക്റ്റ് വന്നു സംഭവം. പക്ഷേ ഫുൾ ചാർജ് ആയി. പക്ഷേ അങ്ങനെ ഓവർ ഹീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ചെറിയൊരു ഹീറ്റ് ഉണ്ടായി. പക്ഷേ സംഭവം എന്നാലും പോക്കോ എക്സ്ട്രാ ഒക്കെ നല്ല ഹീറ്റാണ്. അങ്ങനെ ചാർജ് വയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹീറ്റ് ഉണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ ഫോണിൻ്റെ പ്രോസസ്സർ വരുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 695 5G എന്നൊരു പ്രോസസ്സറാണ്. ഒറ്റ കോർ പ്രോസസ്സറാണ്. 2.2 GHz. ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ 120 Hz ഒരു ഫുൾ HD 6.67 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ AMOLED ഒരു അടിപൊളി പാനലാണ് വരുന്നത്. ഫുൾ HD പ്ലസ് അത്യാവശ്യം നമുക്കിപ്പോൾ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക സാച്ചുറേറ്റഡ് ആണ്. പിന്നെ ഈ ഫോണിന് 120 Hz റിഫ്രഷ് റേറ്റും 360 Hz സാമ്പിളിംഗ് റേറ്റുമാണ് വരുന്നത്. പോക്കോ X3 പോലെ തന്നെ X4 Pro 5Gക്കും ഒരു IR റിമോട്ട് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു അടിപൊളി റിമോട്ടാണ്. റിമോട്ടല്ല ഫോണാണ്. പിന്നെ ഇതിൻ്റെ സെൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് ഓൾമോസ്റ്റ് ഓൾ ദ സെൻസേഴ്സും ഉണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഗൈറോ സെൻസറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പീക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലൗഡ്നെസ് ഒക്കെ ഉണ്ട്. പിന്നെ പോക്കോ X3 പോലെ ബാക്ക് പാനൽ വൈബ്രേഷൻ ഇഷ്യൂ ഒന്നും ഇല്ല. ഇതിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ പക്കയാണ്. അത്യാവശ്യം അങ്ങനെ നമുക്കിപ്പോൾ തട്ടി നോക്കിയാൽ തന്നെ അറിയാം. അത്യാവശ്യം എന്താ പറയുക അകത്തൊക്കെ കറക്റ്റ് ഇതിലാണ് മാനുഫാക്ചറിങ് നടത്തിയിട്ടുള്ളത്. പോക്കോ X3 ഒക്കെ ടൈമിൽ ഒരു ഇഷ്യൂ വന്നിരുന്നു. അതിൻ്റെ ബാക്ക് പാനലിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല വൈബ്രേഷൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്. പോക്കോ X4 ഒരു വരവിൽ എന്താ പറയുക ഓൾമോസ്റ്റ് ഓൾ ദ ഇഷ്യൂസും അത് നികത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് പറയാം. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് എന്താ റീബ്രാൻഡ് എന്ന് പറയുകയാണെങ്കിൽ പോക്കോൻ്റെ തന്നെ റീബ്രാൻഡ് എന്ന് തന്നെ പറയാം. പക്ഷേ റീബ്രാൻഡ് എന്ന് പറയുന്നത് ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൾമോസ്റ്റ് പോക്കോ M4 Pro 5G അതിൻ്റെ ഓൾമോസ്റ്റ് സെയിം ഒരു മോഡൽ തന്നെ വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നിന്ന് ഇത്തിരി ഇങ്ങനെ നീട്ടിയിട്ടുണ്ട്. പിന്നെ പോക്കോ എന്ന് എഴുതിയിട്ടുള്ളത് ഇത് ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഇതിൻ്റെ താഴെ അങ്ങനത്തെ ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രം വരുത്തിയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടാലറിയാം ഓൾമോസ്റ്റ് സെയിം ആണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ഇതിൻ്റെ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അതെ സൈഡ് നല്ല ഫ്ലാറ്റ് ലുക്കാണ്. ഇതിൻ്റെ സൈഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക നോർമൽ ഫോൺസിൻ്റെ പോലെയൊക്കെ തന്നെയാണ്. സെയിം ആസ് പോക്കോ X3 വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പോക്കോൻ്റെ ഇപ്പോഴത്തെ പുതിയ മോഡൽ ഫോൺസിലൊക്കെ കണ്ടുവരുന്ന സംഭവമാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി സിംഗിൾ ക്യാമറ ഉള്ള ഫോൺസൊക്കെ പുറത്തുകൊണ്ട് എടുക്കുമ്പോൾ നമുക്കൊരു പുച്ഛം അല്ലെങ്കിൽ എന്താ പറയുക വലിയ വില ഉണ്ടാവില്ല. അപ്പോൾ ക്യാമറാസിൻ്റെ എണ്ണം കൂട്ടുന്നുള്ളൊരു വ്യാജേന അവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ AL എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും 1 2 3 4 5 5 ക്യാമറ ഉള്ള പോലെ തോന്നും. അതേ സെയിം പരിപാടി തന്നെയാണ് ഇവർ പോക്കോ M4 Pro 5Gനും ചെയ്തിട്ടുള്ളത്. ഇവിടെ AL എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ശരിക്കും എന്തിനാ അവരങ്ങനെ വെച്ചതെന്ന് അറിഞ്ഞൂടാ. ഇത് M4 Pro 5Gയുടെ കാര്യമാണ്. അപ്പോൾ അതിലിങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരും അതുപോലെ കുറച്ച് പരിപാടീസൊക്കെ ചെയ്തിട്ടുണ്ട് നൈസായിട്ട്. എന്ന് വെച്ചാൽ ക്യാമറ എണ്ണം കൂട്ടണ പോലത്തെ ഒരു ഇതാണ്. പക്ഷേ ഇത് സംഭവം അടിപൊളിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇത്രയധികം ക്യാമറ ഉള്ള പോലെ ഒരു ഇത് കിട്ടും. ഇതിന് ശരിക്കും വരുന്നത് പോക്കോ X4 Pro 5Gക്ക് ശരിക്കും വരുന്നത് ALൻ്റെ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നിറ്റ്സ് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള ഫോൺസിനെ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം ബ്രൈറ്റ്നസ്. ഇത് സൂപ്പർ AMOLED ആയതുകൊണ്ട് തന്നെ ബ്രൈറ്റ്നസ് ഒക്കെ നല്ലോണം കൂടുതലാണ്. അതുപോലെ ഇപ്പോൾ ഡാർക്ക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നല്ല എക്സ്ട്രീം ഡാർക്കാണ്. കണ്ട ശരിക്കും ഫോണിൻ്റെ ഡിസ്പ്ലേ ഓൺ ആണെന്ന് തന്നെ നമുക്ക് തോന്നില്ല, അത്രയും ഡാർക്കാണ്. അപ്പോൾ ഇരുട്ടത്തിരുന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇത് പെർഫെക്റ്റ് ചോയ്സ് എന്ന് തന്നെ പറയാം. സൂപ്പർ AMOLED ആണ്. പോലെ തന്നെ അത്യാവശ്യം നല്ല സാച്ചുറേഷൻ ഉണ്ട്. സൂപ്പർ AMOLEDൻ്റെ എടുത്ത് പറയാവുന്ന ഒരു കാര്യം അതാണ്, നല്ല സാച്ചുറേഷനാണ്. പിന്നെ ഇത് കുറച്ച് ഹോണസ്റ്റ് റിവ്യൂ ആയിട്ട് ഞാൻ കുറച്ച് കാര്യം പച്ചയ്ക്ക് തുറന്ന് പറയാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഈ പ്രൈസ് റേഞ്ചിലെ ഫോൺസിനൊക്കെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ബട്ടൺസിൻ്റെ കാര്യം പറഞ്ഞാൽ ചെറിയൊരു ഇളക്കം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതേ ഇഷ്യൂ നമുക്ക് പോക്കോ M4 Pro 5Gക്കും പക്ഷേ ഇതിൻ്റെ അത്ര ഇളക്കില്ല. പക്ഷേ ഇതിന് ചെറുതായിട്ട് ഇത്തിരി ഇളക്കൊക്കെ തോന്നുന്നുണ്ട്. അത് മാനുഫാക്ചറിങ്ങിലാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫോൺ ഒരു സ്പോൺസേഡ് ഫോണാണ്. അപ്പോൾ ഇത് സ്പോൺസർ ചെയ്തതിൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ അവൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അവൻ ഇൻസ്റ്റയിലൊക്കെ പോയിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഇട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ സൈഡിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓൾ ആയിട്ട് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാം റീഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സജഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.